അതിർത്തിയിലെ സംഘർഷത്തിനിടെ പൊതുജനം കാര്യമായി ശ്രദ്ധിക്കാതെ പോയ പല വാർത്തകളുണ്ട്. അത്തരം വാർത്തകളിലൊന്ന് വീണ്ടും വായനക്കാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മലയാള മനോരമയും കഴക്കൂട്ടത്തെ തോറ്റ എംഎൽഎയും കോൺഗ്രസിന്റെ ഇല്ലാത്ത ക്യാബിനറ്റിലെ പൊതുജനാരോഗ്യ മന്ത്രിയുമായ വിദ്വാനും. വാർത്ത പൊടിതട്ടിയെടുത്ത് ചർച്ചയാക്കിയതിന് മലയാളത്തിന്റെ ദുഷ്പ്രഭാതത്തിനും അഖില ലോക പൊതുജനാരോഗ്യ വിദഗ്ധനും T21 പ്രത്യേകം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തട്ടെ. വിഷയം കോവിഡാണ്. ദുഷ്പ്രഭാതത്തിന്റെ കാഴ്ചപ്പാട് പേജിൽ വിദഗ്ധന്റെ നോട്ടത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: നാൺകെട്ട ഒളിച്ചുകളി. കൂടെ ഒരു ഹൈലൈറ്റുമുണ്ട്. ആരോഗ്യരംഗത്തെ പല സൂചികകളിലും ലോക നിലവാരത്തിലുള്ള കേരളം കോവിഡ് മരണങ്ങളിൽ പലതും മറച്ചുവെച്ചിട്ട് എന്ത് നേടി? പേരും കയ്യടിയും കിട്ടാൻ നടത്തിയ ആ കള്ളക്കളി നമുക്ക് ചേരുന്നതല്ല എന്നാണ് ആ ഹൈലൈറ്റ്. അതിലേക്ക് വരും മുൻപ് ടിയാൻ ആ മഹാമാരിയുടെ കാലത്ത് കയ്യടി കിട്ടാനും നാലാളുടെ മുൻപിൽ ആളാവാനും അഥവാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഗുഡ് ബുക്കിൽ കയറാനും കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നോർക്കണം. അതിൽ വെട്ടിലായവരുടെ കൂട്ടത്തിൽ പ്രമുഖരാണ് നമ്മുടെ ചെന്നിത്തലജി. ലോകത്തിനാകെ മാതൃകയായി സാമൂഹ്യ അകലം, ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെ അതിശക്തമായി പ്രതിരോധ ചികിത്സാ മാർഗങ്ങളുമായി കേരളം മുന്നോട്ട് പോയപ്പോൾ ഇതല്ല വേണ്ടത്, അമേരിക്ക നടപ്പാക്കുന്ന മിറ്റിഗേഷൻ തിയറി ആണെന്ന് പറഞ്ഞവനാണ് ഇയാൾ. പാവം ചെന്നിത്തലയും എന്തിനേറെ ഈ വിദ്വാനെ പോലെ ഡോക്ടറായ MK മുനീറും നിയമസഭയിൽ പോലും ഈ വിഡ്ഢിത്തം ഏറ്റുപറഞ്ഞ് പരിഹാസ്യരായി. പക്ഷേ കേരളം എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു എന്നതിന് ലോകം തന്നെ സാക്ഷ്യം വഹിച്ചു. അന്ന് കോവിഡ് കേസുകളും മരണങ്ങളും ശാസ്ത്രീയമായി റിപ്പോർട്ട് ചെയ്ത ഏക സംസ്ഥാനം കേരളമായിരുന്നു. കൃത്യമായി കണക്ക് നാം നൽകിയപ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ അവ മൂടിവെച്ചു. അപ്പോൾ ഈ ആരോഗ്യ വിദഗ്ധനെ വിശ്വസിച്ച പ്രതിപക്ഷവും വിളിച്ചുകൂവി, കേരളത്തിൽ മനുഷ്യർ മരിച്ചു വീഴുന്നു, മറ്റു സംസ്ഥാനങ്ങൾ നോക്കൂ എന്ന്. മറ്റ് സംസ്ഥാനങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാത്തതാണെന്ന് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും വ്യക്തമാക്കിയപ്പോഴും ഇരുട്ടുകൊണ്ട് സത്യത്തിന്റെ ഓട്ടയടിച്ച് നുണയുടെ മലവെള്ളപ്പാച്ചിൽ ഒഴുക്കിവിട്ടു. അപ്പോഴും സംസ്ഥാന സർക്കാർ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരു ഭരണകൂടം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നു. അന്ന് കുത്തിത്തിരിപ്പിന് ശ്രമിച്ചവർ തെറ്റുതിരുത്താനോ നേർവഴിയിൽ സഞ്ചരിക്കാനോ തുടർന്നും തയ്യാറായില്ല. അക്കൂട്ടർ എന്നും നുണയും കുശുമ്പും കുടില ചിന്തയും മാത്രമാണ് മുഖമുദ്രയെന്ന് വീണ്ടും വീണ്ടും നമുക്ക് കാട്ടിത്തരുന്നതാണ് ഇന്നത്തെ ലേഖനവും. രാജ്യത്തെ ജനന മരണ നിരക്ക് സംബന്ധിച്ച കണക്കുകളും രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക സംവിധാനമായ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ CRSന്റെ 2 ദിവസം മുൻപ് വന്ന കണക്കാണിത്. റിപ്പോർട്ട് അനുസരിച്ച് കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഒളിച്ചുവെച്ചത് BJP ഭരിക്കുന്ന ഗുജറാത്താണ്. CRS റിപ്പോർട്ട് പ്രകാരം അവിടെ 2 ലക്ഷത്തോളം അധികം മരണം ഉണ്ടായപ്പോൾ BJP സർക്കാരിന്റെ കണക്കിൽ ഇത് വെറും 5809 ആണ്. മധ്യപ്രദേശ് 6927 കോവിഡ് മരണം ഉണ്ടായതായാണ് അവകാശപ്പെടുന്നത്. എന്നാൽ CRS കണക്കിൽ 1,26,744 പേരാണ് മരണമടഞ്ഞത്. വ്യത്യാസം 1,19,817. ബംഗാളിൽ 10,052 മരണം എന്നതാണ് സംസ്ഥാനത്തിന്റെ കണക്ക്. എന്നാൽ CRS കണക്കിൽ അത് 1,52,094. വ്യത്യാസം 1,42,042. ബീഹാർ, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും അധിക മരണങ്ങൾ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യയേക്കാൾ 10 മടങ്ങ് കൂടുതലാണ്. അതായത് ദേശീയ ശരാശരി നോക്കുമ്പോൾ 6-ൽ 1 മരണം മാത്രം റിപ്പോർട്ട് ചെയ്യുകയും 6-ൽ 5 എന്ന തോതിലെങ്കിലും മറച്ചുവെച്ചുവെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ 44,721 കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. 65,655 മരണമാണ് ഈ കാലയളവിൽ ഉണ്ടായത്. അതായത് ആകെ മരണങ്ങളിൽ ഏതാണ്ട് 70% കോവിഡ് മൂലമെന്ന റിപ്പോർട്ട്. മറ്റുള്ളവ മറ്റു കാരണങ്ങളാലുള്ള മരണമാകുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് ആ മഹാമാരിയുടെ കാലത്തും കേരളം കോവിഡ് റിപ്പോർട്ടിങ്ങിലും രാജ്യത്തിന് മാതൃകയായി എന്ന് വ്യക്തം. നോക്കൂ, ഏറ്റവും കൃത്യവും സുതാര്യവുമായ കണക്ക് നൽകിയിരിക്കുന്നത് കേരളമാണ്. ഇനി അടുത്ത ദിവസം, അതായത് മെയ് 10-ന് ഇതേ മനോരമ കൊടുത്ത ലീഡ് വാർത്ത നോക്കാം. കോവിഡ് മരണങ്ങൾ CRS റിപ്പോർട്ടിൽ വലിയ അന്തരം എന്ന കിക്കറിൽ ഒളിച്ചുവെച്ചോ മരണങ്ങൾ എന്ന വെണ്ടയ്ക്ക. തുടർന്ന് സംശയനിഴലിൽ 17 ലക്ഷത്തിലധികം മരണങ്ങൾ. ഔദ്യോഗിക കണക്കുപ്രകാരം കോവിഡ് ബാധിച്ചു മരിച്ചത് 3.3 ലക്ഷം പേർ എന്നിങ്ങനെ പോകുന്നു വാർത്ത. അതിൽ പെട്ടിക്കോളത്തിൽ ഇങ്ങനെയൊരു വാർത്തയുണ്ട്: താരതമ്യേന കുറവ് കേരളത്തിൽ. അതിൽ വിശദാംശങ്ങൾ ഇങ്ങനെ പോകുന്നു: കേരളത്തിന്റെ കണക്കുകളിലാണ് അന്തരം ഏറ്റവും കുറവ്. സംസ്ഥാനത്ത് 44,721 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഔദ്യോഗിക കണക്കുപ്രകാരമുള്ള മരണനിരക്കിൽ ഏറെക്കുറെ സുതാര്യത പുലർത്തിയ സംസ്ഥാനങ്ങളിൽ ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, അസം എന്നീ സംസ്ഥാനങ്ങളുമുണ്ട്. അതായത് 2 ദിവസം മുൻപ് ഇതേ മനോരമ തന്നെ സമ്മതിക്കുകയാണ് കോവിഡ് മരണത്തിൽ ഏറ്റവും സുതാര്യത പുലർത്തിയത് കേരളമാണെന്ന്. അതിന് താഴെ മാത്രമേ ഉത്തരാഖണ്ഡും മഹാരാഷ്ട്രയും അസമും ഉള്ളൂ എന്ന് മനോരമ സമ്മതിക്കുന്നു. അപ്പോൾ വിഷരം
മനോരമയുടെ മാന്യ വായനക്കാർ ആലോചിക്കൂ, ആ പത്രം ഇന്നെഴുതിയ ആ സൃഷ്ടി പോലെ നാണം കെട്ട പരിപാടി ആരാണ് നടത്തുന്നത്? അന്താരാഷ്ട്ര പൊതുജനാരോഗ്യ വിദഗ്ധന്റെ വീമ്പടി മാത്രമാണോ? അതോ ഇത് പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെയോ? നാണം കെട്ട ഇത്തരം കളിയാണോ പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തനം?